എന്താ സർദാർജി സാറേ, ചെല്ല് ആ പാവത്തിനെ പോയി സഹായിക്ക്. ഞാനെന്തിനാ? നിങ്ങൾക്ക് പോലീസിനെ കണ്ട പേടിയാണോ? പോലീസിനെ കണ്ട് ഞാനെന്തിനാ പേടിക്കുന്നേ? എനിക്ക് ആരെയും പേടിയില്ല. നീ വലിയ വീരനല്ലേ, പോയി അവനെ സഹായിക്കേ. നീ തന്നെ എന്താ കഴിയും? പോന്നേ, നീ ഇറങ്ങിയാൽ മാത്രമേ ഇവിടെ നല്ലത് സംഭവിക്കുള്ളൂ. പോ. അവൻ പെട്ടെന്നാ തോന്നേ. എന്തിനാ സാറേ അവനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു മിനിസ്റ്റർ അല്ലേ, ഇവിടുത്തെ മഹാരാജാവ് ഒന്നും അല്ലല്ലോ. ഒരു പാവപ്പെട്ടവൻ ഇവിടെ നിൽക്കാൻ പോലും പാടില്ലേ? ഇതൊന്നും ശരിയല്ല സാറേ. ഒരു പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യാൻ വരുന്നു. ഇനി ഇതിനെ എന്താ വിളിക്കണ്ടേ? മര്യാദക്ക് വീട്ടിൽ പൊക്കോ മോനെ. നിന്റെ ഭാര്യ എന്ത് പറയാന്നറിയോ? പുതിയൊരു ഡ്രസ്സായിരുന്നു, ഇതിന്റെ കറ എങ്ങനെ കളയാനാ? നീ നനയ്ക്കുന്ന നിലയില് ഷർട്ട് തന്നെ കീറി പോവും, എന്നിട്ടൊന്നും അഴുക്ക് പോവാത്തത്. ഒരു പക്ഷെ നിങ്ങളെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയായിരുന്നെങ്കിലോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാൽ മതിയെന്ന്. അച്ഛൻ എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ആരുടെ സൈഡടി? ഞാനിപ്പോ അമ്മയുടെ സൈഡാ ഉള്ളത്. നിങ്ങൾക്ക് വലിയ ഹീറോ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ പോയി സിനിമയിൽ അങ്ങനെ അഭിനയിക്കേ. അങ്ങനെയാണ് എന്റെ അമ്മയെ ഹീറോയിനി ആക്കിയേക്ക്. യെസ്. ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് പോയാലുണ്ടല്ലോ പിന്നെ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഈ സർദാറിന് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. സർദാറിനെ അന്വേഷിച്ച് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുവാ. അച്ഛാ, അച്ഛന്റെ വൈഫ് വളരെ സ്ട്രിക്റ്റ് ആട്ടോ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ സങ്കടം വരുന്നു. നീ പറഞ്ഞത് ശരിയാ മോളെ. പുറത്ത് എനിക്ക് പ്രശംസകൾ കിട്ടുമ്പോഴേ വീട്ടിൽ വരുമ്പോ വഴക്ക് കിട്ടുക. അമ്മ ദേഷ്യത്തിലാന്ന് തോന്നുന്നു. നമുക്ക് സമാധാനിപ്പിക്കാം.